അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂല്, ഈരേഴു ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്. അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂല്, ഈരേഴു ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്. നേരായ ദീനിൻ കീർത്തിയോതി ആറ്റൽ റസൂല്, ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല്. റസൂലേ റസൂലേ ശറഫാം നൂറേ, ജമാലേ പൊലിവാം ഖൈറേ, യാ സയ്യിദി ഹബീബി യാ ഹാഷിമി നസീബി, ഈ ആലമാകെ പോരിശയായി തീർന്ന റസൂലേ. അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂല്, ഈരേഴു ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്. നേരായ ദീനിൻ കീർത്തിയോതി ആറ്റൽ റസൂല്, ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല്. വാനങ്ങളേഴുമേറി ഏകരാവില്, ആരാരും ഖൽക്ക് എത്തിടാത്ത ദിക്കില്, യാ നബി അസ്സലാം യാ റസൂൽ അസ്സലാം. ജഗമാകെ മുർസലാരെ ജയമേകിയുള്ള വീരെ, മഹമൂദ് ഖാസിമോരെ മബ്റൂർ തങ്ങളാരെ, യാ നബി അസ്സലാം. ഉദിലെങ്കും തങ്കശോഭ മതിമങ്കും തിങ്കൾ തൂപ, മികവേറും സ്വർഗസ്ഥാനം വാഴും വീരതമീമ. അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂല്, ഈരേഴു ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്. നേരായ ദീനിൻ കീർത്തിയോതി ആറ്റൽ റസൂല്, ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല്. ഉറ്റോരും നഫ്സി എന്ന് കേഴും നാളില്, ഉമ്മത്തികൾക്ക് ഷാഫിയാകും കാമില്, യാ നബി അസ്സലാം യാ റസൂൽ അസ്സലാം. മദ്ഹേറും വെണ്ണിലാവേ മഹത്വം നിറഞ്ഞ പൂവേ, മശക്കത്ത് മാറ്റിയോരേ മുഹിവേറ്റം വെച്ച ജീവേ, യാ ഹബീബ് അസ്സലാം. കലിമത്തുരത്ത ഫഖ്റ് കനിവുറ്റ സയ്യിദാര്, ഹസനത്ത് ഊട്ടിയുള്ള നാഥർ മുത്തു റസൂലേ. അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂല്, ഈരേഴു ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്. നേരായ ദീനിൻ കീർത്തിയോതി ആറ്റൽ റസൂല്, ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല്. റസൂലേ ശറഫാം നൂറേ, ജമാലേ പൊലിവാം ഖൈറേ, യാ സയ്യിദി ഹബീബി യാ ഹാഷിമി നസീബി, ഈ ആലമാകെ പോരിശയായി തീർന്ന റസൂലേ. അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂല്, ഈരേഴു ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്. നേരായ ദീനിൻ കീർത്തിയോതി ആറ്റൽ റസൂല്, ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല്. കബറിൽ നടത്തനിച്ച് നീ ഇന്നും തേടണം, കബറിൽ ഒരുപാട്
നിനക്കായി നാളെ ഒരുങ്ങിടുന്നു മനുഷ്യ നിന്റെ മനസ്സിൽ നീ ഒന്നുടെ അതിരമം കഴിയണം ഇത്തിരി കൊഞ്ചം വെളിച്ചം നീ ഇല്ലാതെ തനിച്ച് ഏകനാമായി കബറിയിലെ നീ എന്നും കഴിയണം മനുഷ്യ നിന്റെ മനസ്സിൽ നീ ഒന്നുടെ അതിരമം അവരിൽ നാളെ തനിച്ച് നീ എന്നും കഴിയണം ഇനിയുള്ള കാലം നിന്റെ ജീവിത വഴികളിൽ ഇരുളറകളിൽ ഒതുങ്ങിടുന്നു മനുഷ്യ നിന്റെ മനസ്സിൽ നീ ഒന്നുടരണം കബറിൽ നാളെ തനിച്ച് നീ എന്നും കഴിയണം മനുഷ്യ നിന്റെ മനസ്സിൽ നീ ഒന്നുടെ ഒതിരണം കബറിൽ നാളെ തനിച്ച് നീ എന്നും കഴിയണം. അസ്സലാമു അലൈക്കും. കാരണം ശബ്ദം കേട്ടില്ല ഇസ്ലാം
ഇത് കുഞ്ഞിൻ്റെ പോലല്ല കാണുന്നത്. ആ സൈഡൊക്കെ കൈയട്ടി കൈയട്ടി എന്തറിയോ കാണുന്നുണ്ടോ കുഞ്ഞിൻ്റെ പോലെ അല്ല രക്ഷിതാക്കന്മാരെ, ഉസ്താദന്മാരെ, അസ്സലാമു അലൈക്കും. മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിലെ ഒരു ഗോത്രമാണ് ഖുറൈശി. ഈ ഗോത്രത്തിലെ അബ്ദുൽ മനാഫിക്കിന്റെ മകൻ ഹാഷിം, മകൻ അബ്ദുൽ മുത്തലിബ്, മകൻ അബ്ദുള്ള എന്നിവരാണ് പിതാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ പിതാമഹൻ ഹാഷിം. സന്താന പരമ്പരയെ ബനു ഹാഷിം എന്ന് വിളിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാഷിം വംശത്തിൽപ്പെട്ടവരാണ്. ബനു സുറ വംശത്തിൽപ്പെട്ട വഹബിന്റെ മകൾ ആമിന ബീബിയാണ് നമ്മുടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതാവ്. ക്രിസ്താബ്ദം 571 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച സുബ്ഹിയോടടുത്ത സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു. പ്രസവ വാർത്ത അബ്ദുൽ മുത്തലിബ് കുട്ടിയെ പരിശുദ്ധ കഅബയിൽ കൊണ്ടുപോയി അല്ലാഹുവിനെ സ്തുതിച്ചു ദുആ ചെയ്തു. 7ാം ദിവസം അഖീഖറത്തു മുഹമ്മദ് എന്ന പേരിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗർഭം ധരിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വഫാത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുമ്പോഴുണ്ടായ ചില അദ്ഭുത സംഭവങ്ങൾ. ഭൂമുഖത്തുള്ള ബിംബങ്ങളെല്ലാം തലകുത്തി വീണു. പേർഷ്യയിലെ അനുശ്രീ ചക്രവർത്തിയുടെ സിംഹാസനം പൊളിഞ്ഞു തരിപ്പടമായി. പേർഷ്യങ്ങൾ അടങ്ങി. ഇറാനിലെ സാവതടാകം വറ്റി വരണ്ടു. ഇറാഖിലെ സമുദ്ര തുല്യമായ ജലപ്രവാഹമുണ്ടായി. ഇത്രയും പറഞ്ഞ് എന്റെ ഈ കൊച്ചു പ്രസംഗം നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനമാണല്ലോ. സഹോദരന്മാരെ, സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ഒരുപാട് മതങ്ങളുണ്ട്. ക്രിസ്ത്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു സുബഹിയോട് അടുത്ത സമയം വിവാഹം ചെയ്തു.
പ്രിയപ്പെട്ട അധ്യക്ഷരെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, ഞാൻ ശുദ്ധമായ പ്രസംഗത്തിലേക്ക് പറയാൻ ആവശ്യപ്പെടുന്നില്ല. കൊണ്ട് 1-2 വാക്ക് പറയാൻ ഉദ്ദേശിക്കുന്നു. നബി ക്രിസ്തുവിന് 571 മക്കയിൽ ജനിച്ചു. അന്ന് മക്കയിൽ പല അത്ഭുതങ്ങളുണ്ടായി. സാവത്തടാവും വറ്റുകയും ബിംബങ്ങൾ തലകുത്തി വീഴുകയും ഇങ്ങനെ പല അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. പേർഷ്യക്കാർ ആരാധിക്കുന്ന തീ കെട്ടിപ്പോയി. ഇപ്പോഴത്തെ കുത്തം പ്രസ്ഥാനക്കാർ നബിയെ സാധാരണ മനുഷ്യനെന്നും മരിച്ചാൽ ശരീരം ദീർഘമാകുമെന്ന് പറഞ്ഞ് നടക്കാറുണ്ട്. അത്തരക്കാർക്ക് അള്ളാഹ് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും പറഞ്ഞ് എന്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. സ്നേഹമുള്ള ഉസ്താദുമാരെ, സ്നേഹമുള്ള നാട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ദിനത്തിലെ പ്രസംഗത്തിന് എന്റെ പേരുണ്ടെന്നറിഞ്ഞപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ദിനത്തിലെ അവിടത്തെ കുറിച്ച് 2 വാക്ക് പറയാൻ കഴിയുമില്ല എന്നായിരുന്നു ഞാൻ പഠിക്കുന്നത്. 3-ാം ക്ലാസ്സിലാണ്. എന്റെ പേര് മൗഷൂഫ് എന്നാണ്. എന്റെ സ്വഭാവം ഞാൻ പറയട്ടെ. നേരത്തെ എഴുന്നേൽക്കുന്നു, കൃത്യസമയത്ത് തന്നെ നിസ്കരിക്കുന്നു, മദ്രസയിൽ ബെല്ലടിക്കുന്ന മുമ്പ് തന്നെ എത്തുന്നു, ഉസ്താദുമാരെ കാണുമ്പോൾ ബഹുമാനിക്കുന്നു, വീട്ടിലുള്ളവരോട് സലാം പറയുന്നു, നല്ലത് മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ. ഇതുപോലെയുള്ള നല്ല ശീലം ചെയ്യണമെന്ന് ഞാൻ ആദ്യത്തെ ചോദ്യം, നീ എന്താണ് വൈകിയത്? നീ എന്താണ് ലേറ്റ് ആയത്? നീ എന്നെ കളിപ്പിക്കുന്ന വൈകി വന്നാൽ നിന്നെ ക്ലാസ്സിൽ കയറ്റുകയില്ല. ആദ്യത്തെ ചോദ്യം മുഷ്ഹബിനോടാണ്. ഭൂമിയിൽ ആദ്യം ഇറങ്ങിയതാരാണ്? ഉമ്മാന്റെ ബാറ്റിന്ന് കുഞ്ഞി. ഉത്തരം തെറ്റ്. നിനക്ക് പിന്നെ എന്താണ് അറിയുന്നത്? റംഷുദ്ദീൻ പറയൂ. ഉത്തരം ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എവിടെ? റംഷുദ്ദീൻ പറയൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ സ്ഥലമാണ്. സാലിഹ് പറയൂ. ആരായിരിക്കും? മുഷഅബ് പറയൂ. മക്കത്ത്. ഉത്തരം ശരിയാണ്. നമ്മുടെ നാട്ടിലെ സെക്രട്ടറിയുടെ പേര് എന്താണ്? റംഷുദ്ദീൻ പറയൂ. ഉത്തരം തെറ്റ്. മുഷഅബ് പറയൂ. ഉസ്താദിന്റെ ഉപ്പസ്നാർ. ഉത്തരം തെറ്റ്. സാലിഹ് പറയൂ. മുഹമ്മദ്. ഉത്തരം ശരിയാണ്. നാട്ടിലെ ഖതീബ് ഉസ്താദിന്റെ പേര് എന്താണ്? സാലിഹ് പറയൂ. അഷ്റഫ്. ഉത്തരം തെറ്റ്. മുഷഅബ് പറയൂ. ജബ്ബാർ. ഉത്തരം തെറ്റ്. റംഷുദ്ദീൻ പറയൂ. അബ്ദുല്ലാ സഖാഫി ബക്ക ഉസ്താദ്. ഉത്തരം ശരിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര്? റംഷുദ്ദീൻ പറയൂ. അച്യുതാനന്ദൻ. ഉത്തരം തെറ്റ്. സാലിഹ് പറയൂ. എന്തായാലും ഞാനല്ല. അതെനിക്ക് പണ്ടേ അറിയാം. മുഷഅബ് പറയൂ. ഡോക്ടർ മൻമോഹൻ സിംഗ്. ഉത്തരം ശരിയാണ്. റംഷുദ്ദീൻ പറയൂ. യാസീൻ എസ്കട്ടു വൈലൈ ദുർജാൻ. ഇതിനറിയുന്നത്? മുഷഅബ് പറയൂ. അത്തഖുല്ലാഹി ബിത്തഖാത്തി. ഇതെന്താ ഭാഷയാണ്? എനിക്ക് തന്നെ അറിയില്ല, പിന്നെ ഉസ്താദിന് അറിയില്ല. സാലിഹ് പറയൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. മതി മതി. ബാബരി മസ്ജിദ് പൊളിച്ച വർഷം ഏത്? മുഷഅബ് പറയൂ. 2000. ഉത്തരം തെറ്റ്. റംഷുദ്ദീൻ പറയൂ. ഡിസംബർ 6. ഉത്തരം തെറ്റ്. 1992. ഉത്തരം ശരിയാണ്. ഇത്രയും പറഞ്ഞ് ഞങ്ങളുടെ ഈ ക്വിസ് പ്രോഗ്രാം അവസാനിക്കുന്നു. 3 സലാത്ത് ചൊല്ലി നമുക്ക് പിരിയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും. പൂക്കൾ കുട്ടികളെ വരണം ഇതുമാമതുമാന്ത ഉമ്മയ മാണിക്കാൻ ഉസ്താദുമാരുടെ കൃപ കൊള്ളാൻ വീടും നാടും നന്നാവാൻ വിചാരപാത മദ്രസ കൊള്ളേ ചൊല്ലണം മതവാദം നിരേണം. അസ്സലാമു അലൈക്കും. പൈങ്കിളിയെ നീ ചൊല്ലാമോ മധുരക്കിളിയെ ഖുർആൻ വാക്യം കൽബും നന്മകൾ പാടാമോ മുത്തു മുഹമ്മദിന് വാചാരെ അണഞ്ഞിടുമോ എൻ്റെ മനസ്സിൻ്റെ ഹുബ് കരഞ്ഞ് പറഞ്ഞ് മടങ്ങി വന്നിടുമോ എൻ്റെ മനസ്സിൻ്റെ ഹുബ് കരഞ്ഞ് പറഞ്ഞ് വന്നിടുമോ
ജിതിൻ വാങ്കുളി കേട്ടുളരുന്ന പൈങ്കിളിയെ നീ ചൊല്ലാം മധുര കിളിയെ കുർവാൻ വാക്യം കൽബും നന്മകൾ പാടാമോ മുത്ത് മുഹമ്മദ് നബിയുടെ റൗള ചാരി അണഞ്ഞിടുന്റെ മനസ്സിന്റെ ഹുബ്ബ് കരഞ്ഞ് പറഞ്ഞ് മടങ്ങി വന്നിടുമോ എൻ്റെ മനസ്സിന്റെ ഹുബ്ബ് കരഞ്ഞ് പറഞ്ഞ് മടങ്ങി വന്നിടുമോ. അസ്സലാമു അലൈക്കും. അടുത്തതായി 134 മുത്ത് പിറക്കുന്നേ മർഹബ പാട്ടുകൾ മുഴങ്ങുന്നേ ജഗമാകെ ഉത്സവമാടുന്നേ ആമീന ബീബിക്കാവിൻ ആകെയും മുരരിലും സന്തോഷം ആദരദൂതര ജന്മം ഏവരിൽ ആശിച്ചിരുന്നൊരു തിരുനിമിഷം പുഞ്ചിരിച്ചു ഗുണഭൂമോനെ അഗ്രം തേന്മോനെ പൂരണ ചന്ദ്രിക പോലെ വിളങ്ങണ പരിമള കുസുമം തിരുനബിയെ. അസ്സലാമു അലൈക്കും. ഷൗക്കാണ് മല്ലികപ്പൂ നബിയെ കൽബിനുള്ളിൽ നൂറാണ് കൺമിഴിൽ ഷൗക്കാണ് മല്ലികപ്പൂ നിറമുള്ള നബിയെ നബിയെ അന്ത്യറസോലോരെ വാഴ്ത്തി പണ്ടും നീ ഉദിച്ചില്ലേ അന്ത്യറസോലോരെ വാഴ്ത്തി പറയുവാൻ എത്രയോ വീണ്ടും നീ ഉദിച്ചില്ലേ നാണമാൽ നീ മായല്ലേ നാഥൻ തന്നെ നിധിയൽ കേൾക്കാൻ നിൽക്കില്ല നബിയെ നബിയെ കൽബിനുള്ളിൽ നൂറാണ് കൺമിഴിൽ ഷൗക്കാണ് മല്ലികപ്പൂ നിറമുള്ള നബിയെ നബിയെ മദീന ബീവിന്റെ മുഖവന്ന് മുല്ലപ്പൂ പോലെ വിടർന്നില്ലേ മദീമണി ആമീന ബീവിന്റെ മുഖമന്ന് മുല്ലപ്പൂ പോലെ വിടർന്നില്ലേ അന്നൊരിക്കൽ മാന് ഇഷ്ക് ചെയ്യും നേരത്ത് വന്നണിഞ്ഞില്ല ചിരിച്ചില്ല നബിയെ നബിയെ കൽബിനുള്ളിൽ നൂറാണ് കൺമിഴിൽ ഷൗക്കാണ് മല്ലികപ്പൂ നിറമുള്ള നബിയെ. അസ്സലാമു അലൈക്കും. മോളാണ് ഫാത്തിമ ആറ്റൽ റസൂലിൻ്റെ മോളാണ് ഫാത്തിമ അഹ്ല ബൈത്തിലെ ആദ്യത്തെ പേരാണ് ഫാത്തിമ ഹൂറികളുടെ നേതാവ് ഫാത്തിമ സ്വർഗീയ ഹൂറികളുടെ നേതാവ് ഫാത്തിമ അവളല്ല ഫാത്തിമ ഇവളാണ് ഫാത്തിമ കണ്ണടച്ച പറന്ന വീടാണ് കൺമിഴിച്ച നോക്കേണ്ടത് റബ്ബിൻ്റെ പൗറാണ് കണ്ണടച്ചാൽ കാണേണ്ടത് കവറന്ന വീടാണ് കൺമിഴിച്ച നോക്കേണ്ടത് റബ്ബിൻ്റെ പൗറാണ് ഈമാനിന്നുറവാണ് മഞ്ചത്തിയുടെ മധു അല്ലാം ശിറമീതാനാണ് നെഞ്ചിനുള്ളിൽ തെളിയേണ്ടത് ഈമാനിന്നുറവാണ് മഞ്ചത്തിയുടെ മധു അല്ലാം ശിറമീതാനാണ് ഇവളാണ് ഫാത്തിമ പ്രണയഗാനം ഒഴിയുമ്പോൾ ഫാത്തിമാനെ വിളിക്കല്ല പ്രേമലേഖം വിരയുമ്പോൾ ഫാത്തിമാക്കു വിളമ്പല്ല പ്രണയഗാനം ഫാത്തിമാനെ വിളിക്കല്ല പ്രേമലേഖം വിരയുമ്പോൾ ഫാത്തിമാക്കു വിളമ്പല്ല സ്വന്തമാക്കാൻ തേടേണ്ടത് ഹൂറന്നീസാൻ ചിന്ത നേരി അവിടേക്ക് നേരേണ്ടത് സ്വന്തമാക്കാൻ തേടേണ്ടത് ഹൂറന്നീസാൻ ചിന്ത നേരി അവിടേക്ക് നേരേണ്ടത് ഹൈറാൻ അവളല്ല ഫാത്തിമ ഇവളാണ് ഫാത്തിമ ആറ്റൽ റസൂലാണ് ഫാത്തിമ ആറ്റൽ റസൂലിൻ്റെ മോളാണ് ഫാത്തിമ അഹ്ല ബൈത്തിലെ ആദ്യത്തെ പേരാണ് ഫാത്തിമ സ്വർഗീയ ഹൂറികളുടെ നേതാവ് ഫാത്തിമ സ്വർഗീയ നേതാവ് ഫാത്തിമ. അസ്സലാമു അലൈക്കും.
പഠിക്കാതെ പോകണം കുട്ടിക്കാരായി വളരണം സ്നേഹം നിറഞ്ഞെന്റെ കോട്ടിലെ പ്രിയ ഒപ്പവും മസ്താദുമാരെ അലിഫിൽ തുടങ്ങുന്നൊരു വാക്ക് ഒന്ന് പറഞ്ഞു തരാനായി ഞാൻ വന്നേ. അസ്സലാമു അലൈക്കും. അഹ്മദേ മുഹമ്മദേ പേര് വിളിച്ചാൽ ആകുമോ സത്യത്തിൽ നമ്മൾ മുസൽമാൻ ആയിരങ്ങൾ ഒന്നിച്ചു ചെല്ലുന്ന വിശ്വാസവഞ്ചകരാണ് മുസൽമാൻ. ആരാണ് മുസൽമാൻ? എവിടെയുണ്ട് മുസൽമാൻ? നേരായ മുസൽമാൻ നേരാൽമാൻ അഹ്മദേ മുഹമ്മദ് പേര് വിളിച്ചാൽ ആകുമോ സത്യത്തിൽ നമ്മൾ മുസൽമാൻ ആയിരം കൊല്ലങ്ങൾ ഒന്നിച്ചു ചെല്ലുന്ന വിശ്വകരാണ് മുസൽമാൻ. ആയിരം യതീമുകൾ അത്തായമില്ല തുയഞ്ഞിടുമ്പോൾ അവരെ തലോടണ്ട് അഹങ്കരിക്കുന്നവരാണ് മുസൽമാൻ. ആരാണ് മുസൽമാൻ? എവിടെയുണ്ട് മുസൽമാൻ? നേരായ മുസൽമാൻ നായ മുസൽമാൻ അയലത്തെ വീട്ടിലെ പിണ്ടത്തിനായി പിയഞ്ഞിടുമ്പോൾ അറിഞ്ഞില്ല കണ്ടില്ല കേട്ടില്ലെന്ന് അഭിനയിക്കുന്നവരാണോ മുസൽമാൻ? ആരാണ് മുസൽമാൻ? എവിടെയുണ്ട് മുസൽമാൻ? മുസൽമാൻ നായ മുസൽമാൻ അതിരിനെ തർക്കിച്ചേക്കും അളവിലും തൂക്കത്തിലും എണ്ണം കുറിക്കും അഗതിതൻ തൻ കണ്ണുനീറൊപ്പാതെ മാന്യത കടക്കുന്നവരാണോ മുസൽമാൻ? എവിടെയുണ്ട് മുസൽമാൻ? നേരായ മുസൽമാൻ മുസൽമാൻ അഹ്മദേ മുഹമ്മദേ പേര് വിളിച്ചാൽ ആകുമോ സത്യത്തിൽ നമ്മൾ മുസൽമാൻ ആയിരം കൊല്ലങ്ങൾ ഒന്ന് വിശ്വാസവഞ്ചകരാണോ മുസൽമാൻ? അസ്സലാമു അലൈക്കും. ശത്രു നിരാശയല്ലേ പാലിച്ചിടുവാൻ ഏറെ ശ്രമിച്ചുവല്ലോ മുത്ത് റസൂലതിലായി യാത്രത്തില ദുനിഞ്ഞതല്ലേ വീട് വളഞ്ഞതല്ലേ കൊടുംജാതി ചെയ്തിടാനായി ദുനിഞ്ഞാണല്ലോ കാത്തിന്നബിയാണല്ലോ റബ്ബി നിയമത്തല്ലേ ദുആസലാം അറൂസവായിലെന്ന് കൂട്ടിനായി സിദ്ദീഖത്ത് കയ്യുന്നു മനന്തൊന്ന് പുന്ന
الرجيم بسم الله الرحمن الرحيم فلا صدق ولا صلى لكن كذب وتولى فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى أولى لك وأولى ثم أولى لك أيحسب الإنسان أن يترك سدى أم نطفة من مني يمنى ثم كان علقة فخلق فسوى جعل منه الزوجين الذكر والأنثى أليس الله بقادر على أن يحيي الموتى السلام عليكم ആദ്യമായി أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن علم القرآن خلق الإنسان
അതിനുള്ള കുട്ടികൾ തയ്യാറായി വിശേഷം വീരുത്തി പരുളായി നബി പകമാതീന കണവായി ആരേതും എത്തിടുക ഈരാരുമൊത്ത ഷഹർപാറാൽ പോറുത്ത പിറാകെ. അസ്സലാമു അലൈക്കും. ആരംഭമിരുന്നു സ്നേഹത്തിരുനബി വന്നല്ലോ, സന്തോഷങ്ങൾ നിറഞ്ഞല്ലോ ആദരവായ റസൂലിന്റെ ആരംഭമില്ലാത് അണൻ മക്കയിൽ ജനിച്ച മുത്തുനബി മദീനയിൽ ഉറങ്ങും താനബി അബ്ദുള്ളയുടെ പൊന്നാമൽ
കളയാൻ പറ്റില്ല, അസത്യം പ്രയാവും പാടില്ല. സ്വർഗമോർത്തോളി മുതിമതിയം മുഹമ്മദ് പൂമൊഴിയൊന്നൊളിച്ചോളി. അമ്മിന്നെ പൊന്നൊന്ന് മറക്കാമോ? 1000 പൊറ്റുമായി സ്വന്തം പെറ്റുമ്മയായിടുമോ? ഉമ്മാന്റെ കാലടി പാതയിലാണ് സുവർഗമോർത്തോളി. താലോലം പാട്ടുകൾ പാട്ടുണ്ടോ? താരാട്ടിന്മ പോലൊരു വേറൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ അടിത്തട്ട് സ്വർഗീയ പൂന്തോപ്പ് സ്നേഹക്കാനക്കളലാണ്, സ്നേഹക്കാണ് ഉമ്മ കടലാണ്. പെറ്റുമ്മാനെ വാങ്ങാനൊക്കൂല, ഏറെ സഹിക്കാനും എല്ലാം പൊറുക്കാനും മനസ്സുറപ്പുള്ള കടലാണ്. ഉമ്മാന്റെ കാലിൽ മതിമതിയ മുത്തു മുഹമ്മദ് പൂമൊഴിയൊന്നൊളിച്ചോയി. അമ്മിന്നെ പാലിനത് വന്നാൽ സ്വന്തം വെട്ടുമ്മയായിരുന്നു. അസ്സലാമു അലൈക്കും. നന്മകൾ പൂത്ത മരോഗ്യ പോവാടി കാരുണ്യത്തിൻ സാഗർ അഴകായ പോന്നബിയെ അറിവിൻ നിറമായ മധുമരെ അറിവിൻ നിറദീപമായവരെ സ്നേഹമനസ്സിനുടമയവർ നല്ല സാമ്പുമേറെ വിണിടുവോർ സർവമേകി സലാമ സർവരുമേഖലാമിൽ അങ്ങ് സങ്കടബോധി ഭത്സവിധം ലഭ്യമായ മധുമലരെ അറിവിൻ നിറദീപമായവരെ അഹദവനേകിയ തിരുനിലെ ഇഖ്റ കൊണ്ട് ഓതിടുന്നു ഓടി ജനം അത് വന്നിടുന്നു തിരുസന്നിധിയിൽ ദീൻ പുൽകിടും അറിവിൻ നിറദീപമായവരെ അഹദവനെ നബിയേ നബിയേ. അസ്സലാമു അലൈക്കും. അടുത്തതായി 195 ارحم لنا
سلام الله سلام عليك زين الأنبياء السلام عليك صلوات على പൂവിന്റെ ഞാലും നീല കണ്ട് ആലും സാബതും ദൊക്കെ ചിരി പള്ള മുത്തായ തങ്ങൾ തളർന്ന് കിടക്കുമ്പോൾ മുത്ത് മോൾ ഫാത്തിമ ചാരത്തണയുന്നു ഏറെ വിഷമത്താൽ എല്ലാവരും നോക്കുന്നു ഏറെ വിഷമത്താൽ എല്ലാവരും നിൽക്കുന്നു അഷ്റഫ് ഫാത്തിന്റെ നേരത്തെ അറഫും സാബത്തും പൊട്ടിക്കരഞ്ഞെല്ലാം മലക്കുൽ മൗത്ത് അസ്രായിൽ മനുഷ്യന്റെ രൂപത്തിൽ മാണിക്കക്കല്ലിനു ഡേറ്റം അതവലെ വന്ന വിശേഷം ലക്ക് പറയുന്നു സമ്മതമുണ്ടെങ്കിൽ പിടിക്കാനും സമ്മതമായി പിടിക്കാനും ആറ്റൽ റസൂലുള്ള നമ്മെ പിരിയുന്നു അഷ്റഫ് ഫാത്തിന്റെ നേരത്ത് അറഫും സാബത്തും പൊട്ടിക്കരഞ്ഞല്ലോ. അസ്സലാമു അലൈക്കും. അടുത്തതായി 143. അസ്സലാമു അലൈക്കും. Member, patut. അടുത്തതായി ചിന്താഗതിയിലേക്ക് എത്തിയത് ഇപ്പോൾ ഫാഷനാണ് വേണ്ടത്. ഫാഷന്റെ പിന്നാലെ പോകുമ്പോൾ സലാം അടക്കൽ നമുക്ക് കുറച്ചില്ല. നീ മദ്രസയിലൊന്നും പോയിട്ടില്ലേ? മദ്രാസിൽ പാപ്പയുടെ കൂടെ പണ്ട് പോയിട്ടുണ്ട്. എന്റെ ചോദ്യം മദ്രാസിലേക്കൊന്നും പോയിട്ടില്ലെന്നല്ല, മദ്രസയിലേക്കൊന്നും പോയിട്ടില്ലെന്നാണ്. മദ്രസയിൽ പോയിട്ടില്ല. കാരണം എന്റെ നീ തരികയാണല്ലോ. നിന്നെ കുറിച്ച് എനിക്ക് 2 ചോദ്യങ്ങൾ അറിയണം. നിന്റെ പേരെന്താണ്? അബൂബക്കർ സാബ്. നിന്റെ ഉമ്മയുടെ പേര് നഫീസ നോക്കി എന്നായിരിക്കും അല്ലേ? അതെ, ശരി, നീ പറഞ്ഞത് കറക്റ്റ്. നീ ഇംഗ്ലീഷ് പോലും കണ്ടിട്ടില്ല. കറക്റ്റ് എന്നാണ്, ശരി എന്നല്ല, ശരി എന്നാണ്. ബാപ്പ പറഞ്ഞു അത് കുറച്ചുകൂടി പറഞ്ഞാൽ മനസ്സിലാകുമെന്ന്. നിന്റെ ഹോബി? മൈ ഹോബി ഈസ് ഒറ്റപ്പടവും കളാക്കാതിരിക്കുക, 5 നേരം കൃത്യമായി ഫുട്ബോൾ കളിക്കുക ആൻഡ് എക്സെറ്ററ. നിന്റെ ഉപ്പയും ഉമ്മയും നല്ലവരാണല്ലോ. നീ എങ്ങനെയാ ഇങ്ങനെയായത്? ഞാൻ അവരുടെ അടുത്ത് മാന്യനാണ്. മാന്യനോ? അതെ. നീ ഒരു കഥ
നല്ല വഴിക്ക് പറഞ്ഞേക്കാൻ ഉമ്മ നല്ല ശ്രമങ്ങൾ നടത്തി. മോൻ ചീത്ത വഴിക്ക് തന്നെ പോയി. അപ്പോൾ മോൻ ഉമ്മയുടെ പള്ളക്ക് ചവിട്ടിട്ട കഥ അത് മമ്മൂട്ടി